അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് EV-യിൽ. അതെ, ഷറഫുണ്ട്, നമ്മളെ ഗ്രീഷ് ഭായ് ഉണ്ട്, ഇവിടെ വേറൊരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ചാർജ് 85% ഹൈലൈറ്റ് മാളിൽ നിന്ന് ചാർജ് ചെയ്തു. ഇനി തിരുവനന്തപുരത്തേക്ക് നേരിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരും എന്തായാലും. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് കുറച്ച് വർക്കുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പോവാം. എന്തായാലും ഒരു ഫീസിബിലിറ്റി സ്റ്റഡി കയ്യിലെടുത്ത് പോവേണ്ടാവില്ല. ടോൾ ഓണായോ? ആ ഉണ്ട്, ടോൾ ഓണായിരിക്കും. ഇത് ലെഫ്റ്റ് ഫ്രീ ആണ്. പക്ഷെ അപ്പുറത്ത് അതല്ല, ഇന്ന് ഫ്രീ ആണ്. പക്ഷെ അടിയുന്നുണ്ട് കേട്ടോ. പൈസ പോകുന്നില്ല, സ്റ്റാർട്ട് ചെയ്തില്ല. ട്രയലാണോ? അല്ല, ടോളിന് മറ്റേത് വരണ്ടേ, 3000 ഇന്ത്യ മൊത്തം ചെറിയ പൈസ പോയത് 15 രൂപ. നമ്മുടെ യാത്ര ഇങ്ങനെ വെട്ടിച്ചിറെത്തി. ഇവിടുന്ന് ഒരു ചായ കുടിച്ചു. ഇനി നേരെ അടുത്ത ലൊക്കേഷൻ ഒന്നല്ല, ഒരു പോക്കങ്ങ് പോവുക. കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. ഇത് ഉറക്കം തന്നെ. ഇങ്ങനെ വന്ന് ചാവക്കാട് ബീച്ചെത്തി. ബീച്ച് സമയം 3:30 കഴിഞ്ഞു. ഒന്നും കാണാനൊന്നുമില്ല, അതായത് രാത്രി ആയതുകൊണ്ടേ. അറിയാം. അല്ല, ഈ കാര്യത്തിൽ കിടന്നുറങ്ങാ. ഒരു പട്ടിക്കുട്ടി. അടിയാ, നല്ല അടിയാ. വേലിയേറ്റത്തിന്റെ സമയം തോന്നുന്നു. ഓ, കേറി വന്നു. വേലിയേറ്റത്തിന്റെ സമയ. ബീച്ചിലൂടെ ഇങ്ങനെ നല്ല അടിയാട്ടോ. ഈ സുനാമീനെ കുറിച്ച് ഡിസ്കവറിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സുനാമി കേൾക്കുന്നത്. സുനാമി കാണാൻ പോയില്ലേ? അങ്ങനല്ലാന്ന് ആൾക്കാരുടെ ഇത് ഏത് സുനാമി? 2004 കഥ എന്താ? ഇങ്ങനെ കഥ കിട്ടാൻ വേണ്ടി അത് ഓണാക്കി വിട്ടിരിക്കണേ. സുനാമി കാണാൻ പോണേ. സുനാമി ഉണ്ടെന്ന് പറഞ്ഞു ടിവിയില്. അപ്പൊ ഡിസ്കവറി ചാനൽ ഞാൻ ഒരു കണ്ടു. ഇത് ഇവിടെ സുനാമി വരുന്നതിന് മാസം മുന്നേ കാണും. സുനാമി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കേട്ടു. അല്ലല്ല, പണ്ട് ജപ്പാനിലല്ല, 2000 വർഷം മുന്നേ ഒരു വില്ലേജിൽ സുനാമി അടിച്ചിട്ട് അവിടുന്ന് ആൾക്കാർ കംപ്ലീറ്റ് മരിച്ചുപോയി. ചൈന ഭാഗത്ത് എവിടെയോ. അങ്ങനെ അതിനെ കുറിച്ചൊരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ. അതൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ സുനാമി വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് വന്നത്. രാവിലെ മറ്റേ എന്താണ് വിവേകാനന്ദ പാറേനെ മുകളിൽ കൂടെ അടിച്ചു എന്നുള്ള ന്യൂസൊക്കെ വന്നു. അപ്പൊ അതിൽ പറഞ്ഞ അതിന്റെ ബാക്കി കോഴിക്കോടും എല്ലായിടത്തും എത്തും, കോഴിക്കോട് വൈകുന്നേരത്ത് എത്തും എന്നൊക്കെ പറഞ്ഞു. അതിൽ ആളുടെ കഷ്ണ 2 വണ്ടി ആൾക്കാർ കയറ്റിയിട്ട് സുനാമി കാണാൻ വന്നു. സുനാമി എന്താന്ന് അറിയില്ലല്ലോ. നമ്മള് മാത്രമല്ല, ഇപ്പോ മറീന ബീച്ചിലേ മറീന ബീച്ചിൽ സുനാമി വന്നപ്പോ ആൾക്കാർ കംപ്ലീറ്റ് ചിരിച്ച് ആഹ്ലാദിച്ചിട്ടാ നിന്നിരുന്നു. അറിയൊക്കെ അവിടെ എത്ര ഹൈറ്റിലാ വന്നത് അറിയോ? 60 അടി ഹൈറ്റിലേറ്റാ വന്നത്. 60 അടി പോയില്ലേ. പിന്നെ അവരോ ആ പള്ളിയൊക്കെ വെള്ളത്തിലായില്ലേ, എല്ലാം പോയില്ലേ. വിവേകാനന്ദനെ പാറേന്റെ മുകളിൽ കൂടെ പോയി പറഞ്ഞാൽ ഇപ്പോഴല്ലേ നമുക്ക് ഓർക്കണത്. വിവേകാനന്ദ എത്ര ഹൈറ്റിലാ നിൽക്കണെന്നുള്ളത്. അത് ഭയങ്കര ഹൈറ്റിലല്ലേ, അതിന്റെ മുകളിൽ കൂടെ പോയിരിക്കണത്. അപ്പൊ ഇത് കാണാനാണ് വണ്ടി പഴയതിന് കോഴിക്കോട്ടേക്ക് വരുന്നത്. കോഴിക്കോട് വന്ന് ഇങ്ങനെ ബീച്ചിൽ നിൽക്കുക. അപ്പൊ ഇല്ലാതെ അവതാ ഫുള്ള് ബീച്ച് ഫുള്ള് ഇപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ റെഡി ആയി നിൽക്കുക എല്ലാരും. ആർക്കും അറിയില്ല എന്താണെന്ന്. ഫുള്ള് ഇതൊന്ന് ആലോചിച്ചൊക്കെ ആ ബീച്ചിന്റെ മറ്റേ തലയ്ക്ക് ഇങ്ങനെ
ഫുൾ ആൾക്കാരാ. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ട് ബീച്ചിൽ, ഒരു മതിലെട്ടിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. 2 സ്റ്റെപ്പായിട്ടാണല്ലോ ബീച്ച്. ഒരു സ്റ്റെപ്പ്, അതിൻ്റെ താഴത്തൊരു സ്റ്റെപ്പ്, അതിൻ്റെ താഴത്താണ് വെള്ളത്തിൻ്റെ ഈ ഇറക്കക്കയറ്റം. ഒരുവിധ ആൾക്കാരൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ഈ മുകളിലത്തെ സ്റ്റെപ്പിലൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ധൈര്യത്തിൽ താഴത്തേക്ക് എല്ലാവരും താഴത്തൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും സുനാമി എന്താണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. ഞാനും അളിയനും ഒക്കെ കൂടി ഏറ്റവും താഴത്ത് ഇങ്ങനെ നിൽക്കാം. സുനാമി എന്നുള്ള വാക്കിനെ പറ്റി നമുക്ക് യാതൊരു ധാരണയില്ല എന്താന്നുള്ളതൊന്നും. താഴത്തേക്ക് നിൽക്കുമ്പോൾ ഒരു കറുത്ത നിറം ഇങ്ങനെ അവിടെ ബോർഡറിൽ ഒരു ചെറിയ കറുപ്പ് ഇങ്ങനെ എവിടെ അങ്ങനെ ദൂരത്തൊരു കറുപ്പ്. അതാണ് സുനാമി. അല്ല അപ്പൊ ഒന്നറിയാം. പിന്നെ ഇങ്ങനെ കറുപ്പ് വീതി കൂടിക്കൂടി വരുന്നു. കറുത്ത ലൈൻ ഇങ്ങനെ വീതി കൂടി കറുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരിക. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു 5 അടി ഹൈറ്റ് കാണാണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കറുത്ത ബാറ് 5 അടി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അവിടെ ശരിക്കും അപ്പോൾ ഒരു 50 അടി ആയിട്ടുണ്ടാവും. അതെ. അപ്പൊക്കെ മനസ്സിലായി സാധനം ഇത് മാറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു സുനാമി വരുന്ന ഓടിക്കോളേന്ന് ആൾക്കാരപ്പോഴും നിൽക്കുകയാണ്, എല്ലാവരും നിൽക്കുകയാണ്. ഞാൻ ഓടി. അളിയൻ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു വരുന്നു. നടന്നു വരാം. ഞാൻ അങ്ങനെ ഓടി. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. അച്ചില്ല, മൂത്ത മോളും സിസ്റ്റർ കുട്ടിയും എല്ലാവരും ഉണ്ട്. ഞാൻ ഈ 2 ഒരു കയ്യിൽ ഒരു കയ്യിൽ ഒരുത്തിനെ പിടിച്ചു. എന്നിട്ട് ഓടി കയറാണേ. എല്ലാവരും വെള്ളത്തിലേക്കാണേ. എൻ്റെ അമ്മ മാത്രം അതിൻ്റെ മുകളിലേക്കാണ്. ബാക്കിയുള്ള വൈഫൊക്കെ താഴത്തെ സ്റ്റെപ്പിൽ ഞങ്ങൾ അതിന് താഴത്തേയുള്ളൂ. ഞാൻ ഓടി കയറി ഇവരോട് കയറാൻ പറഞ്ഞു. അതിൽ ഇവരൊക്കെ ഓടി. എന്തിനു പറയണു, അവിടുന്ന് ഇത്ര ദൂരമാണ് ഗ്യാപ്പ് എന്ന് ചോദിച്ചോ. അവിടെ എത്തുമ്പോൾ സുനാമി പെടലില്ല. ഇവിടെ എത്തിയപ്പോഴേ ഞങ്ങളെ തലയുടെ മുഴുവൻ പോയി. ഫുള്ള് ചിരിക്കല്ലേ. 10,000 ആൾക്കാർ അന്ന് അവിടെ ഉണ്ട്. സുനാമി കാണാനോ? സുനാമി പറഞ്ഞിട്ടല്ല ഒന്നും വരിക. അതിന് കാരണം എന്താ പറഞ്ഞ ഈ കയറ്റത്തിൽ പെട്ടൊരു മതിൽ കെട്ടുണ്ട്. ഇതൊരു കേറിയിട്ടേ ഇങ്ങനെ തൂക്കിയിട്ട് ഇപ്പുറത്തേക്ക് കിട്ടും നമ്മളെ. അമ്മയൊക്കെ പിന്നെ ഓടി കയറി അതിന്റെ അപ്പുറത്തേക്ക്. ആ മരങ്ങളൊക്കെ കിണ സ്ഥലം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് വെള്ളം സാധാരണ അടിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ബാക്കിക്കാ പോവുക. ആ പോക്കിലാണ് ആള് മരിക്കുക. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന അടിയിലല്ല മരിക്കുക. നിലത്തുനിന്ന് മണലായിട്ട് അങ്ങനെ പോകുമല്ലോ, അതിലിങ്ങനെ ഒഴിക്കാൻ കൊണ്ടുപോവുക. ഇവിടെ കെട്ടുണ്ടാവുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് കയറി വെള്ളം ഇപ്പുറത്തേക്ക് നീങ്ങി. അപ്പോ ബാക്കിക്ക് വന്നിട്ട് നീറ്റ് നോക്കുമ്പോ നിഷ ഉണ്ടല്ലോ, നിഷ തലേന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ ഒഴിക്കണ് ഫുള്ളായിട്ട്. എൻ്റെ മൊബൈൽ, അന്നത്തെ കാലത്ത് മൊബൈൽ ആർക്കും ഇല്ല. അന്ന് സ്മാർട്ട് ഫോൺ ഉണ്ട്. എൻ്റെ സ്മാർട്ട് ഫോണൊക്കെ വെള്ളത്തിൽ പോയി. എൻ്റെ എന്താ പറയുക ATM കാർഡും ഐസൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി കിടക്കുക. 5 അന്നത്തെ കാലത്ത് 5 തൊട്ട് ഇങ്ങനെ ഒഴുകി നടക്കി ഫുള്ള്. കുട്ടികളെ ഞാൻ എങ്ങനെയൊക്കെ തൂക്കി പുറത്തേക്ക് എടുത്തിട്ടു. അപ്പോഴാണ് ആൾക്കാർക്ക് എന്ത് മനസ്സിലായത് സുനാമി ആണ്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കൊണ്ട് പോലീസ് വരും. സുനാമി വരട്ടെ എല്ലാവരും മറിക്കളില്ല, എല്ലാവരും വെള്ളത്തിലേക്ക്. അന്ന് ആ മതിൽക്കേട്ട അവിടെ ഇല്ലെങ്കിൽ 10,000 ആള് വെള്ളത്തിൽ നിന്നാ. ഒറ്റ ആള് തിരിച്ചു വരൂല. റിട്ടേണിൽ പോകും. ഇത് റിട്ടേണിൽ ഇങ്ങനെ പറഞ്ഞു ആ ഭാഗത്ത്. അതായത് നമ്മളൊക്കെ സുനാമി കാണാൻ കുറെ ആൾക്കാർ പോയിക്കുന്നുള്ള കഥ കേട്ടിട്ട് അതിൽപ്പെട്ട ഒരാളെ അടുത്ത് കാണാൻ പറ്റിയത് വലിയ സന്തോഷം. എത്ര കിലോമീറ്റർ വണ്ടി ഓട്ടി അല്ല സുനാമി കാണാൻ വേണ്ടി മഞ്ചേരിന്ന് കോഴിക്കോട്ടൊക്കെ വന്നു. ശരിക്കും സുനാമി ഏതെങ്കിലും ഉണ്ടല്ലോ, അല്ല അത് അടിപൊളിയാണ്. പത്രത്തില് വാർത്ത സുനാമി കാണാൻ വന്ന് സുനാമി പെട്ട് മരിച്ചു. അങ്ങനല്ല, സുനാമി എന്നുള്ള വാക്ക് ആർക്കും അറിയില്ല. ഗ്രാമം ക്ലിയർ ആയിന്നൊക്കെ കേൾക്കുമ്പോ നമ്മളൊരു ഊഹം വേണ്ടേ? ഇല്ല, അങ്ങനെ ന്യൂസും കേൾക്കില്ലല്ലോ. അല്ല അത് ഡിസ്കവറി ചാനലിൽ വന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഈ സുനാമി എന്നുള്ളതിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവണില്ല, ഭീകരത മനസ്സിലാവുന്നില്ല. അതാണ്. അല്ല ഇപ്പൊ ഇനി ആരെങ്കിലും മല്ലിക്കെട്ടി അന്ന് രാവിലെ ധനുഷ്കോടിയിൽ കോടി അടിക്കുന്നത് മനസ്സിലായി. അപ്പോഴും ഇതെന്താ നമുക്കറിയില്ലല്ലോ. ഞാനൊക്കെ ഇത്രയും ഗവേഷണം നടത്തുന്ന ആളാണ്. എനിക്കത് മനസ്സിലായില്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് മനസ്സിലായിട്ടാവും എന്ന് ആലോചിച്ച് നോക്കും. ഞാനിത് കേട്ടിട്ട് ഡിസ്കവറി ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞില്ലേ, ഇത് കാണാത്ത എത്രയോ ഇന്ത്യ രാജ്യത്തിൽ 10%, 5% ആൾക്കാർ പോലും ആ ഡിസ്കവറി ചാനൽ ആ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാവില്ല. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലായി. എന്നിട്ടും എനിക്ക് അതിൻ്റെ ഒരു പവർ മനസ്സിലായില്ല.
ആ സമയത്ത് ഞാൻ പറയാം 2004 ഞാൻ ഈ മുണ്ടി വീക്ക് അടിച്ച് വീട്ടിൽ കിടക്കുക. അനക്ക് ജനിച്ചിട്ടുണ്ടെന്ന് ഓ നമ്മളൊക്കെ 97 മോഡലാ. 97 ഞാൻ സൗദിയിൽ നിന്ന് നിർത്തി ഞാൻ ആ സമയത്തൊക്കെ മുണ്ടി വീക്ക് അടിച്ച് എന്റെ കുട്ടി അന്ന് ഞാൻ കൈ തൂക്കി പറഞ്ഞില്ലേ ഒരു രണ്ടാളും 94 95 മോഡലാണ്. മനസ്സിലായില്ലേ? രണ്ടാളും തൂക്കി പറഞ്ഞില്ലേ? 97 അല്ലേ? ചെറിയ ഓർമ്മയുള്ളൂ അന്നത്തെ ഓർമ്മ ഉണ്ടാവില്ല അന്ന് മറ്റേ ഇല്ല. അതിനുശേഷം ഒരു CD ഒക്കെ ഇറങ്ങിനു. അതിനുശേഷം ഇന്തോനേഷ്യയിലെ ഇതിന്റെ ഒരു CD ഒക്കെ ഇറങ്ങിനു. അന്ന് നമ്മള് നേരത്തെ കണ്ടാണ് തല മുകളിൽ വെള്ളം പോയിട്ട് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളമല്ല, വിത്ത് മണലാട്ടോ. പട്ടി മണലും വെള്ളം. ഞാൻ അങ്ങനെ നോക്കുമ്പോ നിഷയുടെ തലേന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളമല്ല മണലിങ്ങനെ ഒഴുകുകയാണ്. എല്ലാരും മുകളിൽ കൂടെ പോയി പോയ വെള്ളം തിരിച്ചു പോരും. ചെറിയ മക്കളൊക്കെ അതല്ല ഞാൻ രണ്ടാളും തൂക്കിയിട്ടുണ്ടല്ലോ കെട്ടിന്. ഞങ്ങളെന്നല്ല ഒരു 16 ആളുണ്ട്. അപ്പോ ഈ കെട്ടുണ്ടാകൊണ്ട് വെള്ളം ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയി ഇങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഗിരീഷ് ഭായനെ ഈ ഒരു കോച്ചിൽ ഇപ്പൊ നമ്മള് കാണുന്നത്. അങ്ങനല്ല സുനാമി യുദ്ധാശ്ചാത്രയും വിവേകാനന്ദ പറയലടുത്ത ഇവിടെ അടിച്ചിട്ടില്ല. അതിനൊക്കെ ബാക്കി അവിടെ രാവിലെ 9 മണിക്കോ 8 മണിക്കൊക്കെയാണ് അടിച്ചിരിക്കുന്നത്. ഇവിടെ വൈകുന്നേരം 4 മണിക്കാ. അപ്പൊ അതിന്റെ ഇത് അടിയും പൊടിയും മാത്രമേ ഉള്ളൂ അവിടെ. ചെറിയ കെട്ടിലൊന്നും നിൽക്കൂല ശരിക്കുള്ള സുനാമിയാണെങ്കിൽ. 60 അടി ഹൈറ്റിലാണ് അവിടെ പോയിട്ടുള്ളത്. 60 അടി പറഞ്ഞ അത്ര നമ്മൾ 6 ആണേ 10 ഇരട്ടി ആയിട്ട്. ഞാനിത് മൊത്തം യൂട്യൂബിൽ ഇട്ടോ. ഇതിപ്പോ അതാ എന്നെ വെറുതെ അതെ ഒരു സുനാമി അതിജീവനത്തിന്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് എടുത്തിട്ടു. അതെ നാട്ടുകാർ ഇത് തള്ളാന്ന് പറയും. പക്ഷെ അല്ല അതിന്റെ ഭാഗമായുള്ളവരൊക്കെ ജോയിൻ ചെയ്യാൻ പറയണ്ടില്ല. അതെ 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 അതെ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഞാനന്ന് അവിടെ കാണാൻ പോയി പറഞ്ഞാൽ അന്നത് കാണാവുന്ന ആർക്കും ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. അല്ല സംഭവം തന്നെ ബാക്കിയുള്ളവരൊക്കെ കടല് കാണാൻ ഞാൻ സുനാമി കേട്ടിട്ട് വന്നതാണ്. പക്ഷെ അത് തലയുടെ മുകളിൽ നമുക്കറിയില്ല. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ സുനാമിന്റെ കഥ. നിങ്ങൾക്ക് ഒരു സെൽഫി എടുത്തിട്ട് പോവാ.